ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. സി ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കുനാഫ റെസിപ്പിയാണ്. ഇത് ഗ്യാസ് സ്റ്റൗവിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ കുനാഫ നമുക്ക് അടിപൊളിയായിട്ട് ഗ്യാസ് സ്റ്റൗവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾക്ക് കുനാഫയുടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് 1 ഏലക്ക കൂടെ ചേർത്ത് സ്റ്റൗവിൽ ഇതൊന്ന് ചൂടാക്കാൻ വെക്കണം. ഇത് നന്നായി തിളച്ച് നൂൽ പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ചെയ്ത് സിറപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫ ഡോ ഒന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ 250 ഗ്രാം കുനാഫ ഡോ ആണ് എടുത്തത്. ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. പിന്നെ ഒരു മൊസറല്ല ചീസ്, ഒരു ക്രീം ചീസ്, പിന്നെ ഒരു ബട്ടർ, ഇത്രയാണ് എടുത്തത്. ഇതുപോലെ ഡോയിലേക്ക് നമ്മൾ 1/2 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് ബട്ടർ എല്ലാ ഭാഗത്തും ആകുന്നത് പോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് ബട്ടർ വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിങ്ങനെ ബട്ടർ ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പാനിലേക്ക് സെറ്റ് ചെയ്യാണ് വേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് കുനാഫയുടെ ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായി ക്രീം ചീസ് ഇതുപോലെ എടുത്ത് ഒരു ബൗളിലേക്ക് ക്രീം ചീസ് ചേർത്ത് അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം. ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. എന്നാലും നല്ല മധുരമായിട്ട് അത് തോന്നില്ല. സാധാരണ ഈ കുനാഫ നമ്മൾ ഷുഗർ സിറപ്പ് ചേർത്തിട്ടാണ് കഴിക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് 1/2 കപ്പോ 1/4 കപ്പോ നോക്കിയിട്ട് ചേർക്കാം. മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. കാരണം ഈ ചീസിന് നല്ലൊരു പുളിപ്പും ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരളവിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് മെൽട്ടാക്കി ബട്ടർ തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ സൈഡിലൊക്കെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡോ സെറ്റ് ചെയ്ത് വെക്കണം. ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കണം. ഇതൊരു ലെയർ വെച്ചതിന് ശേഷം അതിൽ നിന്ന് പകുതി വെച്ചാൽ മതി നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ. ഇതുപോലെ കൈ കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ ഞാൻ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുത്തത്. ഇത് ചൂടാകുമ്പോൾ എന്തായാലും മെൽട്ടാകുന്നത് കൊണ്ട് എങ്ങനെയുള്ള പീസായാലും കുഴപ്പമില്ല, എല്ലാ ഭാഗത്ത് എത്തുന്ന പോലെ ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മുടെ ചീസിൻ്റെ മിക്സ് മൊത്തത്തിലായിട്ട് ചേർത്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ ബാക്കി വരുന്ന മൊസറല്ല ചീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഡോ മുകളിലായിട്ട് വെച്ച് ഒരേപോലെ ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് സ്റ്റൗവിൽ ഒരു ദോശക്കല്ല് വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഫ്ലെയിം ഡയറക്റ്റ് തട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം ഒന്ന് ദോശക്കല്ല് ചൂടാകുന്നവരെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കാം. ഇത് വെച്ചതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ താഴ്ഭാഗത്ത് ഗോൾഡൻ കളറായിട്ട് അത് മൊരിഞ്ഞ് വരാൻ തുടങ്ങും. പിന്നെ ഇത് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സൈഡിലൊക്കെ ഗോൾഡൻ കളറായിട്ടുണ്ടാവും. അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ സൈഡ് ഗോൾഡൻ കളറായിട്ടുണ്ടെങ്കിൽ ഏകദേശം അടിയിൽ സെറ്റായിട്ടുണ്ടാവും. ഇനി നമുക്ക് പിന്നെ ചെയ്യേണ്ടത് ഇത് തിരിച്ചിടുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഇത് തുറന്ന് നോക്കുമ്പോഴേക്ക് തന്നെ ആയിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ഇത് തിരിച്ചിടണം. അതിന് ഞാനിവിടെ ഒരു പത്തിരി തവയാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് അത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. ഇത് കണ്ടില്ലേ, അതിൻ്റെ താഴ്ഭാഗം നല്ല ഗോൾഡൻ കളറിലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഈ സൈഡ് കൂടെ ഒരു 10 മിനിറ്റ് വെച്ച് വേവിച്ചെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാം. ഞാനിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കുറച്ച് പിസ്തയും ഡ്രൈഡ് റോസ് പെറ്റൽസും വെച്ച് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ അടുത്ത് എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾക്കിത് അലങ്കരിക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് ഞാനിപ്പോൾ ചെറിയൊരു ബൗളിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിക്കാം. ഇത് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കുനാഫയാണ്. ചീസ് കേക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കുനാഫ റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും. ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പോലെ തന്നെയാണ് നമുക്ക് തോന്നുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇത് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കുമ്പോഴാണ് ആ മൊസറല്ല ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുനാഫ എപ്പോഴും ചൂടോടെ അത് സിറപ്പ് ഒഴിച്ചിട്ട് കഴിക്കുകയാണ് വേണ്ടത്. എന്നാലേ നമുക്ക് ആ ചീസിൻ്റെയൊക്കെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.